നമ്മൾ അപ്പോഴേ പറഞ്ഞല്ലേ ബാബ അറിയാതെ ഒരു തീപ്പെട്ടിക്കം പോലും ഹാർബർ വഴി കടത്താനാവില്ലെന്ന്. ഇപ്പൊ എന്തായി? വെറുതെ ഇരുന്ന വിജിലൻസിന്റെ ചെവിയിൽ ഫോൺ കുത്തി അയാൾ പിടിപ്പിച്ച് എത്ര കോടി ഉറുപ്പിന്റെ മുതലാണ് പോയെന്ന് വല്ല കണക്കുണ്ടാ? കണക്ക് ഞാൻ சொல்றேன். 13.50 crore. എത്ര? 13.5 കോടി രൂപ. എന്റെ പടച്ച തമ്പുരാനെ, ഇതാണ് പറയണത്. പറയേണ്ടവൻ പറഞ്ഞാൽ തിരിയേണ്ടവര് തിരിയും, അല്ലാത്ത നിന്ന് നട്ടം തിരിയും. ഇപ്പൊ മനസ്സിലായ ബാബ ആരാണെന്ന്? Oh damn it! Don't vomit that nasty name again. Bullshit. എന്ത്? ബാബാനുള്ള പേര് ഇനി മിണ്ടരുത്, മനസ്സിലായോ? ഷാരോൺ ഭായ്, കലിതുള്ളി കാവടി ആടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. പോയത് പോയാച്ച്. ആദ്യം ചെയ്യേണ്ടത് ബാരലുകളും ബോക്സും ഇമ്പോർട്ട് ചെയ്ത് അഡ്രസ് കത്തിക്കുക. ഐ മീൻ ആനന്ദം ആഗ്രോ ബയോടെക് ലിമിറ്റഡിന്റെ പഷ്പം പോലും ഇന്റലിജൻസിന് കണ്ടെത്താൻ പറ്റാത്ത രീതിയിൽ സകല എവിഡൻസും നശിപ്പിക്കുക. അതുകൊണ്ട് നഷ്ടം തീരുമോ കണക്ക് സ്വാമി? അബ്ദുള്ള സാർ, പല പ്രാവശ്യം ചൊല്ലിയിരിക്കேன். ഞാൻ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസർ മറ്റുമല്ല, അഡ്വക്കേറ്റ് കൂടിയാണ്. ഡോണ്ട് കാൾ മീ സ്വാ. എന്നെ കണക്ക് സ്വാമിന്ന് കൂപ്പിടാതെ സുബ്രഹ്മണ്യ സ്വാമിന്ന് കൂപ്പിടുങ്കോ, ഇല്ലെന്നാ സ്വാമിന്ന് കൂപ്പിടുങ്കോ. ഓക്കെ ഓക്കെ. then come to the point. വിവരമറിഞ്ഞ ഉടനെ ഞാൻ ഇന്റർപോസ്റ്റത്തിൽ ചെന്ന് ക്യാപ്റ്റനുമായി നേരിട്ട് സംസാരിച്ചു. പോർട്ട് ഓഫീസറെ നമുക്ക് വശത്താക്കാം, ബട്ട് നെഗോഷിയേറ്റ് വിത്ത് ബാബ ആൻഡ് മേക്ക് എ ഡീൽ എന്നാണ് ക്യാപ്റ്റൻ പറഞ്ഞത്. ശക്തിഹീനോ ബലവന്റെ മാസ്റ്റേ എന്നാണല്ലോ ചാണക്യ സൂത്രം. എന്ന് വെച്ചാല് ശക്തി കുറഞ്ഞവൻ ബലവാനെ ആശ്രയിക്കണം. ബാബയുമായി സന്ധി സംഭാഷണം നടത്തി ഒരു കരാർ ഉറപ്പിക്കണം. मैं जाऊंगा. അച്ഛാ, അതിന് പറ്റിയാള് ഷാരോൺ ഭായി തന്നെയാണ്. ഈ വീട്ടിൽ കയറി വന്നു എന്നോടത് പറയാൻ എങ്ങനെ ധൈര്യം ഉണ്ടായ എനക്ക്? Cool down, Baba. Cool down. आंख बंद करके चुपचाप रखने के लिए तुम्हें 1 करोड़ रुपए दूंगा. 1 करोड़. കരോർ കരോർ തന്നാലും എന്റെ കണ്ണും വായു അടച്ചിരുത്തിയിട്ട് ഒരു മത്താപ്പ് വെട്ടി പോലും ഇവിടെ ഇറക്കാന്ന് ഈ കരുതണ്ട. ഞാൻ ഈ മണ്ണിൽ പിറന്നോനാ, ഈ മണ്ണിൽ നെറ്റിമുട്ടിച്ച് 5 നേരം നിസ്കരിക്കണോനാ. ഈ നാട്ടിലെ ചെറുപ്പക്കാരെ ലഹരിയിൽ മയക്കി കിടത്തിയിട്ട് നാട്ടുകാരെ തമ്മിലടിപ്പിച്ചിട്ട് ചോര കുടിക്കാന്ന് വിചാരിക്കണ്ട. കടന്ന് പൊയ്ക്കോ എന്റെ മുമ്പിൽ നിന്നും അപ്പൂജാഹില്. വേണ്ട, വേറെ ആരെങ്കിലും കൂട്ടുപിടിച്ചിട്ട് ഇറക്കാന്ന് കരുതിയുള്ള ചിരിയാണ് തങ്കില്. നടക്കില്ല. Hey, उठ, उठ, साले. ये देख, दरवाजा खुला है, निकल जाए यहाँ से. Hey, साले, तू क्या समझा अपने आप को? हट, हट. हट जा बाहर. निकल जा साले. സലാം. अबे देख, बाबा को गुस्सा मत दिला वो. अगर बाबा को गुस्सा है तो तेरा बाल भी बेचेगा नहीं, समझा? जा जा साला. He is the most arrogant guy. ये मैटर जब मैंने स्टार्ट किया था, उसी ने भांजी मारी. ആര്? सलाम. या सलाम था उसका नाम. कांडाले आर्यम. He is a very, very dangerous fellow. You are right. ബട്ട് അവൻ സലാമല്ല, ഉണ്ണികൃഷ്ണനാക്കും. ഉണ്ണികൃഷ്ണൻ? What? സ്വാമി ആരെ കുറിച്ചാണ് ഈ പറയുന്നത്? അവനെ കുറിച്ച് തന്നെ, ബാബയുടെ റൈറ്റ് ഹാൻഡ് ആയ സലാമിനെ കുറിച്ച്. വാ പൊളിക്കണ്ട സാർ. ഒന്നും അറിയാതെ സ്വാമി പറയില്ലെന്നറിയാവല്ലോ. അവൻ ഉണ്ണികൃഷ്ണനാ. മഹാദേവന്റെയും ശ്രീലക്ഷ്മിയുടെയും ഒരേ ഒരു സന്തതി.
10-ാം വയസ്സിൽ സ്വന്തം ഇളയച്ചനെ കൊന്ന് പോലീസിന്റെ ക്രിമിനൽ റെക്കോർഡിൽ കയറിയ കലിയുഗ കണ്ണൻ, ചോര കണ്ട് അറപ്പ് മാറിയവൻ. 18-ാം വയസ്സിൽ ശിക്ഷ കഴിഞ്ഞ് ജുവനൽ ഹോമിൽ നിന്നിറങ്ങിയ അവൻ ഏത് അണ്ടർഗ്രൗണ്ടിലേക്ക് മുങ്ങിയെന്ന് അറിയില്ല. ഇത്രയും വർഷം കഴിഞ്ഞ് വീണ്ടും സലാമായി അവതരിച്ചതിന്റെ ലക്ഷ്യമെന്തെന്നും അറിയില്ല. ഇതൊക്കെ സ്വാമി എങ്ങനെ അറിഞ്ഞു? ദാറ്റ് ഈസ് അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യ സ്വാമി. ആ, സാറിന് പോലും അറിയാത്തൊരു കാര്യം പറയാം. എന്റെ ഈ കണ്ണിന് മുന്നിൽ ഒരുത്തൻ വന്ന് പെട്ടാൽ അവന്റെ ജാതകമേ എന്റെ കമ്പ്യൂട്ടറിൽ തെളിയും. അല്ലാ, അവനെ കുറിച്ച് പറഞ്ഞതൊക്കെ ബാബയ്ക്ക് അറിയാമോ? സോറി, അതെനിക്കറിയില്ല. ബട്ട് വൺ തിങ്, അവനിവിടെ എത്തിയത് വെറുതെ ആവില്ല. ആരോ അവനെ അയച്ചതാണ്. എന്തായാലും അവനിപ്പോ ബാബയുടെ വിശ്വസ്തനായ ദളപതിയാണ്. അവൻ വിചാരിച്ചാൽ ബാബയുടെ കണ്ണും വായും അടപ്പിക്കാൻ പറ്റും. യസ്മിൻ കർമ്മണീയ കുശല സതസ്മിൻ നിയോക്തവ്യ. നിങ്ങളും തെളിച്ചു പറയും സ്വാമി. കർമ്മം ചെയ്യാൻ സാമർഥ്യമുള്ളവനെ അതിന് നിയോഗിക്കാവൂ. അവനെ തനിച്ചൊന്ന് കിട്ടണം. സലാമെന്ന ഉണ്ണികൃഷ്ണനെ പറ്റൂ? പറ്റിക്കാം. എന്താ ഉണ്ണികൃഷ്ണ, സൗഖ്യമാ? ஏன் கண்ணா அப்படி பாக்குற? உன் ஜாதகமே என் கம்ப்யூட்டர்ல ஃபைலா போட்டு வச்சிருக்கு. നിങ്ങൾ ആരാ? സ്വാമി, അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യ സ്വാമി. പുരിയില്ല? സാക്ഷാൽ പരമേശ്വരനുടെ സൺ സുബ്രഹ്മണ്യ സ്വാമി. MLA അബ്ദുള്ള സാഹിബ് വിളിച്ചിട്ട് ഞാൻ വന്നത്. സാഹിബ് എവിടെ? നമ്മൾ ഇവിടെ ഉണ്ട് സലാമേ. സലാം. എന്നെന്തിനെ വിളിപ്പിച്ചത്? സലാം. സലാം ഭായ്, മുझे पहचाना? ഇപ്പോ കാര്യങ്ങളൊക്കെ ഏതാണ്ട് മനസ്സിലായി കാണുമല്ലോ. ഭയപ്പെട വേണ്ട, തന്നോടൊരു സഹായം ചോദിക്കാനാ വിളിപ്പിച്ചത്. ഷാരോൺ ഭായിയെ അറിയാമല്ലോ. ബാബ കാരണം ഒരു വലിയ നഷ്ടത്തിൽപ്പെട്ട് കഷ്ടപ്പെട്ടിരിക്കുക പാവം. ഭായിക്ക് വന്ന നഷ്ടം കൊണ്ട് ഞങ്ങളും ഒരു ഹെവി ലോസിൽ പെട്ടിരിക്കുക. ഞങ്ങളെ ഇങ്ങനെ കഷ്ടത്തിലാക്കിയിട്ട് നിനക്കും പങ്കുണ്ട്. എങ്കിലും പരോപിഹിതവാൻ ബന്ധു എന്നാണല്ലോ ചാണക്യസൂത്രം. ശത്രുവായാലും ഉപകാരം ചെയ്യുന്നവനെ ബന്ധുവായി കാണണം. സോ ഞങ്ങൾ തന്നെ ബന്ധുവായിട്ടാണ് കാണുന്നത്. താൻ വിചാരിച്ച ഈ നഷ്ടമൊക്കെ നികത്താൻ പറ്റും. മനസ്സിലായില്ല? ഏയ്, സിമ്പിൾ. ഹാർബർ വഴി ഇറങ്ങുന്ന സാധനങ്ങളുടെ വിവരം ബാബ അറിയരുത്. പോർട്ട് ഓഫീസറുടെയും വിജിലൻസിന്റെയും കാര്യം ഞങ്ങൾക്ക് വിട്ടേര്. ഇനി അഥവാ ബാബ അറിഞ്ഞാൽ പിന്നെ ബാബ ഉണ്ടാവരുത്. താൻ വിചാരിച്ചാൽ നടക്കും. 10-ാം വയസ്സിൽ ചോര കണ്ട് അറപ്പ് മാറിയവനല്ലേ? ഷൂട്ടിം. അതിനുള്ള കൊട്ടേഷൻ റേറ്റ് എത്രയാണെന്ന് വെച്ചാ പറഞ്ഞോ? हेलो पिस्तौल. എന്താ, അതിനുള്ള കൊട്ടേഷൻ വേറെ ഏതെങ്കിലും ഡോണിനോട് വാങ്ങിയിട്ടാണോ നീ വന്നത്? ആണെങ്കിൽ അത് ഞങ്ങൾ കണക്ക് കൂട്ടണില്ല. അനക്ക് എത്രയാ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞോളി. എത്ര തരും? കടത്തുന്ന സാധനങ്ങളുടെ 10%. അയ്യോ, അത് വളരെ കുറഞ്ഞു പോയല്ലോ സ്വാമി. 20%. പോരാ. പിന്നെ എത്ര വേണമെന്ന് വെച്ചാ അതങ്ങ് ചോദിച്ചോളി. എനിക്ക് കൊട്ടേഷൻ തന്നയച്ച ആള് നിങ്ങളുടെയൊക്കെ 100% ആണ് ആവശ്യപ്പെടുന്നെങ്കിലോ? മനസ്സിലായില്ല? പുരിയില്ല? സിമ്പിൾ. മുമ്പിൽ വന്ന് സലാം ചൊല്ലി കൈമുത്തി പോണ തനിക്ക് ബാബയുടെ കണ്ണടപ്പിക്കണം. നെറ്റിയില് ഭസ്മം പൂശി ഭക്തന്റെ വേഷം കെട്ടി നടക്കണ തനിക്ക് ബാബയെ ഷൂട്ട് ചെയ്യണം.
അതിന് ഈ പരദേശി സപ്ലൈ ചെയ്ത പിസ്റ്റൾ ഞാൻ Hey, क्या बोला? കൂൾ ഡൗൺ കൂൾ ഡൗൺ ഷാരോംബായ് കൂൾ ഡൗൺ. വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്ന കയ്യാ ബാബയുടെ, പാവങ്ങളുടെ കണ്ണീര് തുടയ്ക്കുന്ന കൈ. ആ കൈക്ക് കൊത്താൻ ഇത്രയധികം പാമ്പുകൾ ഉള്ളപ്പോ ആ കൊത്തു തടുക്കാൻ ഇങ്ങനെ ഒരു കൈയെങ്കിലും വേണ്ടേ? ഉണ്ണികൃഷ്ണ! Hey! ബാബയ്ക്ക് നേരെ കത്തിയോങ്ങുന്നവന്റെ ആയുസിന്റെ 100% വാങ്ങാൻ കൊട്ടേഷൻ തന്നയച്ചത എന്നെ. രക്ഷിക്കേണ്ടവരെ രക്ഷിക്കാനും ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിക്കാനും സർവാധികാരമുള്ള ദ വേൾഡ് മൈറ്റി, ദ റിയൽ ഡോൺ, സാക്ഷാൽ പരമേശ്വരൻ സുബ്രഹ്മണ്യ സ്വാമിയുടെ തന്ത. ठहरो. ഞങ്ങളെയൊക്കെ വിഡ്ഢികളാക്കിയിട്ട് കൈയും വീശി അങ്ങ് പോകാമെന്ന് കരുതിയോ നീ? നീ ഇനി ബാബയെ കാണില്ല. കൊട്ടേഷൻ തന്നെ അയച്ചവന്റെ അടുത്തേക്ക് തന്നെ നിനക്കിനി തിരിച്ചു പോകാം. ആ പക്ഷെ ഞാൻ ഒറ്റയ്ക്കായിരിക്കില്ല. അങ്ങോട്ട് നോക്ക്. ഇപ്പോ ഇതിനകത്ത് ആരൊക്കെയാന്ന് അവർക്കറിയില്ല. ഞാൻ ഈ കപ്പലിൽ നിന്ന് പുറത്തിറങ്ങുന്ന കാത്ത് നിൽക്കുക. അവര് എന്നെ കണ്ടില്ലെങ്കിൽ ഇതിനകത്ത് ആരൊക്കെയാണെന്ന് അവരറിയും. പിന്നെ ഒരുത്തനും ജീവനോടെ കുടുംബത്തിൽ പോയിന്ന് വരില്ല. ഈ കൂടിക്കാഴ്ച ഇങ്ങനെയൊക്കെ ആവുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ശത്രു സംഹാരത്തിന് ഒരു സുദർശന ചക്രം വീശി എറിഞ്ഞിട്ടാ ഈ കൃഷ്ണൻ ഇവിടെ വന്നത്. പിന്നെ താൻ പറഞ്ഞത് നേരാ. സ്വന്തം ഇളയച്ചന്റെ തോക്കിന് മുന്നില് പിടഞ്ഞു വീണ് മരിച്ച അച്ഛന്റെ അമ്മയുടെ രക്തം ഒഴിപടരുന്നത് കണ്ടവനാണ് ഈ ഉണ്ണികൃഷ്ണൻ 10ാമത്തെ വയസ്സില്. ശരിയാ, കൂടപ്പറപ്പിനെ പോലും കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന് അന്നേ പഠിച്ചതാ പാഠം. ഇതില് ചാണക്യചിത്രമൊന്നും ഇല്ല ചാമി. വിശ്വാസവഞ്ചനയ്ക്ക് പാപപരിഹാരമില്ല, നരകമാണ് വിധി. വരട്ടെ സുബ്രഹ്മണ്യ ചാണക്യ ചാമി. നമസ്തേ 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 നമോ നമഃ. നമസ്തേ 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 നമോ നമഃ. നമസ്തേ നമോ നമഃ. നമസ്തേ നമോ നമഃ. പടച്ച തമ്പുരാനെ, വേലി കിടന്ന പാമ്പിനെ എടുത്ത് വേണ്ടാത്തടത്ത് വെച്ച പോലെ ആയില്ല. ഇവൻ ബാബ എടുത്തു പോയി വാ തുറന്ന എല്ലാം കഴിഞ്ഞ്. ഇല്ല, അവനിനി ബാബയെ കാണില്ല.